BJP അവരുടെ ഒരു സുപ്രധാന ചുവടുവെപ്പിലേക്ക് കടക്കുന്നു. BJPയുടെ പ്രകടന പത്രികയിൽ അവർ എടുത്തു പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട നിയമം, ആ നിയമം 2019 അവർ പാസ്സാക്കിയിരുന്നെങ്കിലും അതിൻ്റെ ചട്ടങ്ങളും കാര്യങ്ങളും ഒരു അവസാന രൂപത്തിലേക്ക് എത്തിയിരുന്നില്ല. അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, പ്രാഥമികമായ പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. തടങ്കൽ പാളയം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനവും നിർമ്മിക്കാൻ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ഏതായാലും എല്ലാ സംസ്ഥാനം കേരളം അടക്കമുള്ളിടത്ത് തടങ്കൽ പാളയങ്ങളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞ വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം 1.5 വർഷം മുമ്പ് ഞങ്ങൾ നൽകിയിരുന്നു. വാർത്ത തൃശ്ശൂരാണ് ആ തടങ്കൽ പാളയം നിർമ്മിച്ചിരിക്കുന്നത്. അനധികൃതമായി നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന വിദേശ പൗരന്മാരെ പിടികൂടുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതായത് പൗരത്വ ഭേദഗതി നിയമം അടുത്ത ആഴ്ച നടപ്പാക്കുകയാണ്. അതിനുള്ള പോർട്ടൽ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഉടൻ തന്നെ പുറത്തിറക്കും. ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പാണ് ഈ നിയമം നടപ്പാക്കാനായി BJP സർക്കാർ കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നത്. ഈ നിയമം നിലവിൽ വരുന്നതോടുകൂടി തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനന്മാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ ഇവർക്ക് പൗരത്വം ലഭിക്കും. ഇതിനെതിരെ വലിയ സമരങ്ങൾ നമ്മുടെ രാജ്യത്തെ അരങ്ങേറിയതാണ്. ആ സമരങ്ങളൊക്കെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. മാർച്ച് ആദ്യവാരം അത് നടപ്പാക്കും എന്ന് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതുവരെ നമ്മുടെ രാജ്യത്ത് പൗരത്വം നൽകിയത് 1414 പേർക്കാണ്. 2019 ഈ പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയത്. അന്ന് തന്നെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തടങ്കൽ പാളയം പണിയില്ല എന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ പറഞ്ഞു. പിന്നീട് തടങ്കൽ പാളയങ്ങൾ എല്ലായിടത്തും പണിത്, കേരളത്തിലും അത് പണിയുകയുണ്ടായത്. അനധികൃതമായ രേഖകളൊന്നുമില്ലാതെ താമസിക്കുന്ന വിദേശ പൗരന്മാരെ പുറത്താക്കും. ഒപ്പം തന്നെ ഇവിടെ പൗരത്വത്തിനായി അപേക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓൺലൈൻ പോർട്ടൽ ഇപ്പോൾ സജ്ജമായിരിക്കുന്നത്. അതിൻ്റെ വിജ്ഞാപനം അധികം വൈകാതെ ഇറങ്ങും. മാർച്ച് ആദ്യവാരം മുതൽ ഈ നിയമം നടപ്പാക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്നവർ. ഈ നിയമത്തെ ഇപ്പോൾ ശക്തമായി എതിർക്കുന്ന ഒരു സംസ്ഥാനം മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ മാത്രമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.